5-ാമത്തെ ശ്ലോകമാണ്. വേണുഗാനം ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിന് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മാരബാണധുതഖേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ജദൃശതാമപി പ്രഭോ താവകം വ്യജനി വേണുകോചിതം. അതായത് വേണുഗാനം കേൾക്കുന്ന സമയത്ത് ആകാശദേശത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ആ ദേവീദേവന്മാർ ഇവർ മുഴുവൻ ഭഗവാനോടുള്ള ആകർഷണം കൊണ്ട് അവരുടെ ആ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോകുന്നത് പോലും അറിയണില്ല എന്നാണ് പറയണത്. അത്രയും ആ ലഹരിയിൽ അവർ സ്വയം മറന്നുകൊണ്ട് വേണുഗാനം കേൾക്കാനായിട്ട് അവർ ആകാശത്ത് ദിവ്യമായിട്ടുള്ള ഭാവത്തോടു കൂടി അവർ സാന്നിധ്യം ചെയ്യുന്നു. പിന്നെ പക്ഷികളാണെങ്കിൽ അനേകം പക്ഷികൾ, പല വൃന്ദാവനത്തിലുള്ള പശുപക്ഷികൾക്ക് മുഴുവൻ മാറ്റങ്ങൾ വരുന്നു. ഇവരൊക്കെ ചിത്രത്തിൽ എഴുതിയതുപോലെ അചരങ്ങളൊക്കെ ചരങ്ങളായിട്ട് മാറുക, ചരങ്ങളൊക്കെ അചരങ്ങളായിട്ട് മാറുക. അങ്ങനെ ആ പാറകളൊക്കെ അലിഞ്ഞൊഴുകണമെന്നാണ് പറയുന്നത്. ഇത് വൃന്ദാവനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ വേണുഗാനം കേട്ട് പാറ അലിഞ്ഞ് ഭഗവാന്റെ തൃപ്പാദ ചിഹ്നങ്ങൾ ആ പാറയിൽ പതിഞ്ഞതായിട്ട് ചരൺ പഹാടി എന്നുള്ള സ്ഥലത്തൊക്കെ ഇത് കാണാൻ സാധിക്കും നമ്മൾക്ക്. അപ്പോൾ ആ ഇളകാത്ത വസ്തുക്കളൊക്കെ ഇളകുക, പിന്നെ ആ ഇളകുന്ന വസ്തുക്കളൊക്കെ ചരങ്ങള വസ്തുക്കളൊക്കെ ചിത്രത്തിൽ എഴുതിയ പോലെ അതുപോലെ അങ്ങനെ 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 അനങ്ങാതെ നിൽക്കുക. അപ്പോൾ ലോകത്തിനെ മുഴുവൻ മാറ്റിമറിക്കുന്നു ഭഗവാന്റെ ഈ വേണുഗാനത്തിൻ്റെ അത്ഭുതമായിട്ടുള്ള അവസ്ഥ എന്ന് സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.